ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയറ്റ് ചെയ്യാത്തവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്യാരറ്റാണ്, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു ലെമൺ, ഒരു ഒണിയൻ, പിന്നെ ആണെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങയും കുറച്ച് കറിവേപ്പിലയും ഒലിവ് ഓയിലും ആണ് ഇതിന് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ മാങ്ങയുടെ തോലൊക്കെ നന്നായിട്ട് ചെത്തി കളയുക. മാങ്ങ എടുക്കുമ്പം പച്ചമാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട, പക്ഷെ ഇത്തിരി പച്ചയായിരിക്കണം. ഒരുപാട് അങ്ങ് പഴുത്ത് പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിലുള്ള മാങ്ങ ആയിരിക്കണേ. എനിക്ക് പക്ഷേ ഇന്ന് കിട്ടിയത് കുറച്ച് പഴുത്ത് പോയി. മാങ്ങ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ്, അതാണ് കേട്ടോ പഴുത്ത് പോയത്. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ പച്ചമാങ്ങ നോക്കി നമുക്ക് മാംഗോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നല്ല ലെങ്തി ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെജിറ്റബിൾ കട്ടറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതേ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ലെങ്തി ആയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. മാങ്ങ കുറച്ച് പഴുത്തു പോയെന്ന് വിചാരിച്ച് ഇത് സാലഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പഴുത്തായിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് അങ്ങ് പഴുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നല്ല കുരുകുരാന്ന് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞെടുക്കാം. ക്യാരറ്റും ഇതേപോലെ ലെങ്തി ആയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കുക്കുംബർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്കുംബറും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ക്യാരറ്റിൽ വൈറ്റമിനെ ധാരാളം ഉണ്ട്, നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ ഒരുപാട് ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് ഇതുപോലെ ക്യാരറ്റ് ഇങ്ങനെ ലെങ്തി ആയിട്ട് വേണം അരിഞ്ഞെടുക്കുക. കൂടാതെ ക്യാരറ്റിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അത് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഫൈബറും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആരോഗ്യപ്രദമായ ഒരു സാലഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വണ്ണത്തിലും നീളത്തിലും അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇതിലും ചെറുതായിട്ട് അരിയാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. മീൻസ് ഇതിലും ചെറുതായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും, കുട്ടികളൊക്കെ ഈസി ആയിട്ട് കഴിക്കും. പിന്നെ വേണ്ടത് നമ്മുടെ ഒണിയനാണ്. ഒണിയനും അതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി, അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക കേട്ടോ. അതിനുശേഷം വേണ്ടത് പച്ചമുളകാണ്. അത് ഒരെണ്ണം മതി. ഒരുപാട് പച്ചമുളക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സാലഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പച്ചമുളക് ഇതേപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. നമ്മൾ ഇതിലേക്ക് അല്ലാണ്ട് എരിവിന് വേണ്ടി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ലെമൺ ആണ്. ലെമൺ ഒരു ഹാഫ് മതി. അപ്പം നമ്മൾ ഈ അരിഞ്ഞെടുത്ത സാധനം എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്കോ അല്ലെ നമുക്ക് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ക്യാരറ്റ്, മാംഗോ, ഒണിയൻ, നമ്മൾ അരിഞ്ഞെടുത്ത എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാംഗോയിലൊക്കെ വൈറ്റമിൻ സിയും അയണും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ മാംഗോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു ഹാഫ് ലെമൺ ആണ്. അത് നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കുക. ഇതിലധികം പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് സോൾട്ടാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും മതി കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് തേനാണ്. തേനും കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു സ്പൂൺ മതി. പിന്നെ വേണ്ടത് നമ്മുടെ ലാസ്റ്റ് ഐറ്റമായ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 1/2 സ്പൂൺ മതി. അതൊന്ന് ചെറുതായിട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ പുളിയും എരിവും ഉപ്പും എല്ലാം ഇതിൽ പിടിക്കണം. അപ്പം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാലഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു സാലഡാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.